ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. ഇത്തവണ ഒരു പേഴ്സണൽ വ്ളോഗാണ് കേട്ടോ. ന്യൂ ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് ഞങ്ങളുടെ ബർത്ത്ഡേ വീക്കാണ്. അടുത്ത ദിവസങ്ങളായതുകൊണ്ട് മിക്കവാറും ഒരു കേക്ക് കട്ട് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഇത്തവണ ഒരു കേക്ക് ഉണ്ടാക്കി. റിച്ച് ചോക്ലേറ്റ് ഗ്രനാഷാണ് ഇത്തവണ ഉണ്ടാക്കിയ കേക്ക്. ആദ്യം വാങ്ങിയ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ഈ പുഞ്ചേക്കുന്നേൽ നഴ്സറിയിൽ ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നു. ഇത് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിനു മുമ്പ് വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത്യാവശ്യം 1-2 ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ. എന്തോരം പൊക്കം വെക്കും? അത്രേ ഉള്ളോ? ഒരു കുഞ്ഞ് ഗ്രീൻ ആപ്പിളിൻ്റെ തൈയൊക്കെ വാങ്ങിച്ച് അങ്ങനെ നീങ്ങുമ്പോഴാണ് ചെമ്പകം നമ്മുടെ മനസ്സിൽ ഉടക്കുന്നത് കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെമ്പകത്തിൻ്റെ പൂവൊക്കെ കിട്ടുന്നത് ഒരു സ്വർഗം കിട്ടുന്ന പോലെയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയിട്ട് ഏതായാലും ഇതൊക്കെ കൊണ്ടുപോയി വീട്ടിൽ വെക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചപ്പം ചെമ്പകത്തിൻ്റെ ബോൺസായി ഉണ്ട്, വലുതാവുന്ന തരവുമുണ്ട്. 3 കളേഴ്സും ഇവിടെ ലഭിക്കും കേട്ടോ. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ റോസ് ഉണ്ട്. ഏതായാലും ഞാൻ കൊണ്ടുവന്ന് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൂക്കുന്നതൊക്കെ വഴിയെ കാണിച്ചു തരാവേ. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണാനായിട്ടാണെങ്കിലും ഇതുവഴിയൊക്കെ ഒന്ന് ഇറങ്ങാവുന്നതാണ്. അതുപോലെ ഇത് എങ്ങനെയാണ് അതിനെ നോക്കേണ്ടത്, അതിനെ പരിപാലിക്കേണ്ടത് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത എന്നെപ്പോലുള്ളവർക്ക് പോലും അവർ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കണ്ണിലുടക്കിയ ഒരു ചെടിയാണിത്. കണ്ട ബ്രഹ്മിയുടെ ഇല പോലെ തോന്നുമെങ്കിലും 10 മണി ചെടിയാണ്. ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിങ്ങെടുത്തു. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതിന് നനയ്ക്കേണ്ട രീതി, വെള്ളം, വളം എല്ലാം അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ചെറിയ റേറ്റ് മുതൽ കൂടുതലുള്ള എല്ലാ ഐറ്റംസ് ഇവിടെയുണ്ട്. നമുക്കിഷ്ടമുള്ള കളറിലുള്ള ചട്ടികളുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ കഴിയുമെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നിങ്ങൾ ഹാങ് ചെയ്ത സാധനം ഉണ്ടാക്കുന്നതാണോ അതോ വാങ്ങിക്കുന്നതാണോ? എവിടുന്നാണ് ഇത് വരുന്നത്? ഇത് എവിടുന്ന സപ്ലൈ വരുന്നത്? ഇതൊക്കെ വെക്കാൻ വെച്ചേക്കുന്നല്ലേ? ചോദിച്ചല്ലോ അല്ലേ? ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇവിടെ ഒന്ന് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് വാങ്ങിക്കാൻ പോകണം. കേക്ക് ഓർഡർ ചെയ്തല്ലേ? ഇത് പ്രാലയൻ കേക്ക്. ചെയ്തു വരാൻ പറ്റില്ല.
ഷവർമ ലവേഴ്സിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കഫേ മലബാർ. ഇവിടെ മിക്കവാറും ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബാർബിക്യൂ ഷവർമ. മലബാർ സ്പെഷ്യൽ ലൈമും ഉണ്ട്, അതും ഒരു സ്പെഷ്യൽ റിച്ച് ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് എനിക്കൊരു മലബാർ സ്പെഷ്യൽ ഫലൂഡയും കിട്ടി. ഓർഡർ ചെയ്ത് നമ്മുടെ പാഴ്സൽ വന്നാൽ പോലും നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ലാത്ത അത്രയ്ക്ക് റിച്ചായിട്ട് ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാണ് കേട്ടോ ഇത്. അപ്പൂപ്പൻ തടി അപ്പൂപ്പൻ തടി. വരുന്നില്ല. നമ്മള് വണ്ടി കുറിച്ച് വിടാൻ പോവാ. വണ്ടി ഇടുക. ഇനി കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കായിട്ട് ഫേസ്ബുക്ക് എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ 2 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ കേക്കാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു കേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് എന്തായാലും ശരിയായിട്ട് ഒരു ദിവസം കിട്ടുമെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇനി ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പറഞ്ഞുതരാം കേട്ടോ. 200 ഗ്രാം ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 കപ്പോളം ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആറിയ ശേഷം 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് പുളിയില്ലാത്ത തൈരോ അല്ലെങ്കിൽ യോഗേർട്ടോ 1/2 കപ്പ് കൂടി ചേർക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ, ഓൾ പർപ്പസ് ഫ്ലവർ, അതുപോലെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് തെള്ളിയെടുക്കാം. ഒത്തിരി കട്ടയൊന്നും ഉടച്ച് നമ്മൾ തെള്ളിയെടുക്കേണ്ട കാര്യമില്ല. കേക്ക് ഉണ്ടാക്കുമ്പം ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാം, അതാണ് നല്ലത്. ഇനി 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒന്നുകൂടെ തെള്ളിയെടുക്കണം. ഇനി അതേ അരിപ്പയിൽ തന്നെ നമ്മൾ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് അരിച്ചെടുത്ത് നമുക്ക് ഈ ഡ്രൈയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കട്ടകളൊക്കെ കാണും, അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് പതുക്കെ യോജിപ്പിച്ച് കൊടുക്കാം. ഒപ്പം നമ്മൾ വാനില എസൻസ് ചേർത്തിട്ടില്ല, അതൊരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റാക്കി എടുക്കണം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പാലാണ് വേണ്ടത്. അതുപോലെ 1 ടീസ്പൂൺ അളവെടുത്താൽ മതി. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്തപ്പോഴാണ് ഈ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എനിക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് സോസ് പാനിലാണ് കേട്ടോ. സോസ് പാനിൽ അല്പം എണ്ണ തടവിയിട്ട് വെജിറ്റബിൾ ഓയിൽ വേണം. നമുക്ക് പാച്ച്മെൻറ്റ് പേപ്പർ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ദോശക്കല്ലിൻ്റെ മേളിലാണ് ഇത് ഞാൻ സോസ് പാൻ വെക്കുന്നത്. സോസ് പാൻ്റെ അകത്തുനിന്ന് ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്ലാസ് അടപ്പിൻ്റെ ഹോൾ അടച്ച് വെച്ചിട്ട് വെയിറ്റിനായിട്ട് നമ്മുടെ ഇടികല്ല് കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പായി പിടിച്ചോളും, കൈവിട്. നല്ല സ്ഥലമാണല്ലോ നമുക്ക് ഇരിക്കാൻ. നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആറുന്നിടം വരെ അതൊരു വെറ്റായിട്ടുള്ളൊരു തുണി അതിൻ്റെ മേളിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മേൽഭാഗമൊക്കെ ഡ്രൈ ആകാതിരിക്കും. അപ്പോൾ ശരിക്കും ആറി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ പേപ്പറൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഐസിങ് തയ്യാറാക്കാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒപ്പം ഫ്രഷ് ക്രീമും വേണം. അപ്പോൾ 2:1 ആണ് ഇതിൻ്റെ റേഷ്യോ. നമ്മൾ 200 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു 220 ml ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 20 ml കൂടുതലുണ്ട്. അതിന് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് ബബിളൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മെൽറ്റായിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിലേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മെൽറ്റായിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ചേർത്താൽ നമുക്ക് സിറപ്പും റെഡിയാകും. മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്താൽ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ കട്ട് ചെയ്യാം. ഞാൻ 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. ഇനി അല്പം ചോക്ലേറ്റ് ഐസിങ് നമ്മുടെ ബോർഡിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഐസിങ് തുടങ്ങാം കേട്ടോ. ഇനി ഏറ്റവും മുകളിലത്തെ പോർഷനാണ് ഞാൻ ഏറ്റവും അടിയിലേക്ക് വിട്ടേക്കുന്നത്. അപ്പോൾ ആ കേക്ക് വെച്ച് കൊടുക്കുക. സിറപ്പിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഐസിങ്, പിന്നെ അടുത്ത ലെയർ കേക്ക്, വീണ്ടും സിറപ്പ് ഒഴിച്ച ശേഷം ഐസിങ്, കേക്ക്. ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന് ശേഷം നമുക്കത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. കുറച്ചുകൂടെ സമയമൊക്കെ എടുത്ത് ക്ഷമയോടെ ചെയ്യാൻ പറ്റുന്നവർക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും ഈ ഐസിങ് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഐസിങ് സെറ്റായി കിട്ടും. ഇനി ഇഷ്ടമുള്ള ഡിസൈനൊക്കെ അലങ്കാരപ്പണികളൊക്കെ തുടങ്ങാം. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നുമായിരിക്കും 2-3 കളർ ഫ്ലവറൊക്കെ ഇവിടെ ഇങ്ങനെ വന്നെന്ന്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെയുള്ള ആ ഒരു മിക്സിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ ബീറ്റ് ചെയ്തെടുത്തപ്പോഴാണ് ഇച്ചിരി ലൈറ്റായിട്ടുള്ള ഈ കളർ വന്നിരിക്കുന്നത്. ഇതിലേക്ക് തന്നെ, ഈ ബൗളിലേക്ക് തന്നെ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ് സെൻറ്ററിൽ വന്നിരിക്കുന്ന ഈ ഫ്ലവർ. പിന്നെ ഈഡിബിളായിട്ടുള്ള കുറച്ച് മുത്തുകളും കൂടെ മോളിൽ കൊടുത്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Bye. Oh, apa jangan berkelakar? അറിയാം. ഇത് ഞാൻ ഈ മുത്ത് കഴിച്ചിട്ടില്ല. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday to you. ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.